മലയാള സിനിമ ഇപ്പോൾ ഒരു ഗംഭീര കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? അത് ശരിയാണെന്താനും. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഒരു ചെറിയ റീജിയണൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരുന്ന ഒരിടത്തു നിന്ന് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പവർ ഹൗസായി നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കിടിലൻ വളർച്ചയുടെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു കാലത്ത് 1 കോടി രൂപ കളക്ഷൻ കിട്ടുന്നത് തന്നെ നമുക്കൊരു വലിയ സംഭവമായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ 300 കോടിയെപ്പറ്റി സംസാരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു അവിശ്വസനീയമായ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ എന്താണ്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ 300 കോടിയിലേക്കുള്ള യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്? എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്ന പോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ നിന്ന്. നമുക്ക് തുടക്കത്തിലേക്ക് തന്നെ പോകാം. സൂപ്പർ സ്റ്റാറുകളുടെ പവറും സ്ഥിരം മസാല ഫോർമുലകളുമൊക്കെ സിനിമകളെ ഹിറ്റാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. അന്ന് വളർച്ചയൊക്കെ വളരെ പതുക്കെയായിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയുടെ അടിത്തറ ഉറപ്പിച്ചത് ആ കാലഘട്ടമാണ്. ഓർത്തു നോക്കൂ, 1978-ൽ തച്ചോളി അമ്പു ആദ്യമായി 1 കോടി ക്ലബ്ബ് തുറന്നപ്പോൾ അതൊരു ചരിത്രമായിരുന്നു. പിന്നെ 10 വർഷം കഴിഞ്ഞു പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ ചിത്രം 4 കോടി നേടി ഇൻഡസ്ട്രിയെ ശരിക്കും ഞെട്ടിച്ചു. പിന്നെയും വർഷങ്ങളെടുത്തു. മമ്മൂട്ടിയുടെ ദ കിങ്, മോഹൻലാലിന്റെ നരസിംഹം, പിന്നെ രാജമാണിക്യം, ഓരോ സിനിമയും പുതിയ റെക്കോർഡുകളിട്ടു. ഏകദേശം 30 വർഷം കൊണ്ടാണ് നമ്മൾ 1 കോടിയിൽ നിന്ന് 25 കോടിയിലേക്ക് എത്തിയത്. ഇതായിരുന്നു നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം. സൂപ്പർ താരങ്ങളും മാസ് സിനിമകളും ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ ഫോർമുലകൾക്ക് ഒരു പരിധി വന്നു. പക്ഷേ 2010 ആയപ്പോഴേക്കും മലയാള സിനിമയിൽ പുതിയൊരു കാറ്റ് വീശാൻ തുടങ്ങി. പ്രേക്ഷകർക്ക് വെറും താരങ്ങളെ മാത്രം പോരാ, നല്ല കിടിലൻ കഥകളും വേണമെന്ന് ഇൻഡസ്ട്രി മനസ്സിലാക്കി തുടങ്ങി. ആ ഒരു തിരിച്ചറിവില്ലേ, അതാണ് ശരിക്കും മലയാള സിനിമയുടെ തലവര മാറ്റിയത്. അപ്പോ ഇവിടെയാണ് ശരിക്കുമുള്ള കളി മാറുന്നത്. മലയാള സിനിമയിൽ ഒരു വിപ്ലവം തന്നെ തുടങ്ങി. താരങ്ങളല്ല, കഥയാണ് താരം എന്ന് വന്നൊരു കാലം. തിരക്കഥ രാജാവായപ്പോൾ ബോക്സ് ഓഫീസിലും അത്ഭുതങ്ങൾ നടന്നു. ഈയൊരു മാറ്റത്തിന് തുടക്കമിട്ട ആ ഒരു സിനിമ ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലേ? അതെ, 2013-ൽ വന്ന ദൃശ്യം. ഒരു സാധാരണക്കാരന്റെ, ഒരു കുടുംബത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആ ത്രില്ലർ മലയാള സിനിമയുടെ കച്ചവട സാധ്യതകളെക്കുറിച്ചുള്ള എല്ലാ കണക്കുകൂട്ടലുകളെയും അങ്ങ് തിരുത്തിയെഴുതി. അതെ, ദൃശ്യം സെറ്റ് ചെയ്ത പുതിയ ബെഞ്ച് മാർക്ക് 50 കോടിയായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ 50 കോടി കടക്കുന്നു. ഒന്നാലോചിക്കണം, അന്നുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഹിറ്റിന്റെ നേരെ ഇരട്ടി കളക്ഷൻ. അതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. അപ്പോ ദൃശ്യത്തിന്റെ ഇമ്പാക്റ്റ് വെറും കാശിന്റെ കണക്കിൽ ഒതുങ്ങുന്നില്ല. നല്ലൊരു കഥയും നല്ലൊരു സ്ക്രിപ്റ്റുമുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പോകാമെന്ന് അത് തെളിയിച്ചു. ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയത് എങ്ങനെയാ? സിനിമ കണ്ടിറങ്ങുന്നവർ മറ്റുള്ളവരോട് പറഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. പിന്നെ പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു. നമ്മുടെ ഒരു കഥയ്ക്ക് ഇന്ത്യ മുഴുവൻ ആരാധകരുണ്ടാകുമെന്ന്. ദൃശ്യം ശരിക്കും ഒരു വാതിൽ തുറന്നിട്ട് തന്നു. നമ്മുടെ കഥകൾക്ക് കേരളം കടന്നും ആളുണ്ടെന്ന് മനസ്സിലായതോടെ മലയാള സിനിമ പതിയെ കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് പുറത്തേക്ക് യാത്ര തുടങ്ങി. നമ്മുടെ സിനിമകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ സ്വീകാര്യത കിട്ടിത്തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, കഥയാണ് പ്രധാനമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ നല്ലൊരു കഥയെ ഒരു ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റിയോടെ ഒരു വലിയ സ്കെയിലിൽ കാണിച്ചാലോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു 2016-ൽ വന്ന പുലിമുരുകൻ. യെസ്, പുലിമുരുകൻ. മലയാള സിനിമയുടെ ആദ്യത്തെ 100 കോടി ക്ലബ്ബ് മെമ്പർ. ആലോചിച്ചു നോക്കൂ, 50 കോടി എന്ന റെക്കോർഡ് വന്നിട്ട് വെറും 3 വർഷം. അപ്പോഴേക്കും നമ്മൾ 100 കോടി തൊട്ടു. അതൊരു സ്വപ്നം പോലുള്ള നേട്ടമായിരുന്നു. പുലിമുരുകൻ കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. വലിയ ബഡ്ജറ്റിൽ സിനിമയെടുക്കാൻ നമ്മുടെ ഫിലിം മേക്കേഴ്സിനൊരു ധൈര്യം വന്നു. നല്ല VFXും കിടിലൻ ആക്ഷൻ സീനുകളുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമകൾക്കും ഇന്ത്യ മുഴുവൻ ഓടാൻ പറ്റുമെന്ന് ആ സിനിമ കാണിച്ചു തന്നു. നമ്മുടെ മാർക്കറ്റ് ഇനി കേരളം മാത്രമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. പുലിമുരുകൻ തുറന്നിട്ട വഴിയിലൂടെ പിന്നൊരു ഓട്ടമായിരുന്നു. 100 കോടിയെന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമായി മാറി. 2023-ൽ 2018 വന്നു. കേരളം അനുഭവിച്ച പ്രളയത്തിന്റെ കഥ പറഞ്ഞ് ആളുകളുടെ എല്ലാം കണ്ണു നനയിച്ച് 150 കോടിയും കടന്നു. തൊട്ടു പിന്നാലെ ഈ വർഷം മഞ്ഞുമൽ ബോയ്സ് സൗഹൃദത്തിന്റെ കഥയുമായി വന്ന് തമിഴ്നാട്ടിലടക്കം ഒരു തരംഗമായി മാറി 200 കോടിയും പിന്നിട്ടു. ഈ കാണുന്ന ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. 2016-ൽ പുലിമുരുകൻ 139 കോടി. 8 വർഷം കഴിഞ്ഞ് 2024-ൽ മഞ്ഞുമൽ ബോയ്സ് 242 കോടി. ആ ഒരു വളർച്ച, ആ ഒരു ആക്സിലറേഷൻ, അത് വെറുമൊരു കണക്കല്ല അല്ലേ? നമ്മുടെ സിനിമ എവിടെ എത്തി എന്നതിന്റെ നേർക്കാഴ്ചയാണ്. അപ്പോ അടുത്ത ഘട്ടം, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്? സിനിമാറ്റിക് യൂണിവേഴ്സുകൾ. അതായത് ഒരു സിനിമയുടെ കഥ അവിടെ തീരുന്നില്ല. പല സിനിമകൾ, കഥാപാത്രങ്ങൾ എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരേ ലോകം. ഇതിന് മലയാളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് LCU അഥവാ ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സ്.
2019 ലൂസിഫർ ഉണ്ടാക്കിയ ഓളം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ തുടർച്ചയായി വന്ന എമ്പുരാൻ വെറും ഒരു രണ്ടാം ഭാഗമായിരുന്നില്ല, അതൊരു വലിയ ലോകത്തിലേക്കുള്ള അടുത്ത ചവിട്ടുപടിയായിരുന്നു. പ്രേക്ഷകരുടെ പ്രതീക്ഷയും വളരെ വലുതായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം ശരിവെച്ചുകൊണ്ട് എമ്പുരാൻ പുതിയൊരു ചരിത്രം കുറിച്ചു. 250 കോടി. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? ഒരു ഹിറ്റ് സിനിമയുടെ തുടർച്ചയ്ക്ക് എത്രത്തോളം പവറുണ്ടെന്ന്, അല്ലേ? അപ്പോൾ ഇത് ഒരു ഒറ്റ സിനിമയുടെ വിജയമല്ല, ഒന്നിൽ കൂടുതൽ സിനിമകൾ വെച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ കളിയുടെ വിജയമാണ്. ഫ്രാഞ്ചൈസികൾക്ക് ഇനി മലയാള സിനിമയിൽ വലിയൊരു റോളുണ്ടെന്ന് ഇത് ഉറപ്പിച്ചു. അങ്ങനെ നമ്മൾ തുടങ്ങിയ ആ യാത്ര 1 കോടിയിൽ നിന്ന് ഇവിടെ എത്തി നിൽക്കുന്നു 300 കോടി. അതെ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആ മാന്ത്രിക സംഖ്യയും കടന്നപ്പോൾ അത് വെറുമൊരു റെക്കോർഡായിരുന്നില്ല. മലയാള സിനിമയിലൊരു പുതിയ യുഗം, സിനിമാറ്റിക് യൂണിവേഴ്സുകളുടെ യുഗം ഒഫീഷ്യലി തുടങ്ങുകയായിരുന്നു. അപ്പോൾ 300 കോടിയും നമ്മൾ പിന്നിട്ടു. ഇനി എങ്ങോട്ടാണ് മലയാള സിനിമയുടെ യാത്ര? നമ്മൾ അടുത്ത ലക്ഷ്യമെന്താ? ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ലോക സിനിമയോട് മത്സരിക്കാൻ നമുക്ക് പറ്റുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?